ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൻ്റെ +2ൻ്റെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ 33 നോക്കാം. ഷോ ദാറ്റ് വി ഫ്രം ആർ ക്രോസ് ആർ ടു ആർ ഗിവൺ ബൈ ordered pair AB is equal to maximum of AB and the invertible V എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരു സിമ്പിളായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയുള്ള സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അതിന് വലിയ കാര്യമൊന്നുമില്ല. ഇത് വിയും ഇത് വി തിരിച്ചിട്ടേക്കുന്നതാണ്. ഈ ഫ്രം ആർ ക്രോസ് ആർ ടു ആർ ഗിവൺ ബൈ ordered pair AB is equal to മിനിമം ഓഫ് എ ബി ആർ ബൈനറി ഓപ്പറേഷൻസ്. അപ്പോൾ രണ്ട് ഓപ്പറേഷൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. രണ്ട് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം എടുക്കുന്ന ഒരു ഓപ്പറേഷനും അതിനെ വി എന്നും കൊടുത്ത് ഇതാണെന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് വി ആയിട്ട് എടുത്തേക്കുന്ന എന്തുവാ, രണ്ട് എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് മിനിമം കണ്ടുപിടിക്കുന്നതിന്. നമ്മളടുത്ത് പറഞ്ഞേക്കുന്ന എന്തുവാ, ഈ രണ്ട് ഓപ്പറേഷൻസും ബൈനറി ഓപ്പറേഷൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ബൈനറി ഓപ്പറേഷൻസ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ബൈനറി ഓപ്പറേഷൻസ് ആണെങ്കിൽ എലമെൻറ്റ് കിട്ടുന്ന റിസൾട്ട് യുണീക്ക് ആയിരിക്കും. അതുമാത്രമല്ല, ഏത് സെറ്റിൽ നിന്നാണോ നമ്മൾ എലമെൻറ്റ്സ് എടുക്കുന്നത് ആ സെറ്റിൽ തന്നെ വരും കിട്ടുന്ന റിസൾട്ടും. എങ്കിൽ മാത്രമേ അത് ബൈനറി ഓപ്പറേഷൻ ആവൂ. രണ്ട് എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പം ആ രണ്ട് എലമെൻറ്റും ഏത് സെറ്റിൽ നിന്നാണോ എടുക്കുന്നത് ആ സെറ്റിൽ തന്നെ വരണം ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന എലമെൻറ്റും. എങ്കിൽ മാത്രമേ ബൈനറി ഓപ്പറേഷൻ ആകൂ. ഒന്ന് നോക്കിക്കേ, മാക്സിമം ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും രണ്ട് എലമെൻറ്റ് തരും. അതിൻ്റെ മാക്സിമം കണ്ടുപിടിക്കണം. രണ്ട് എലമെൻറ്റ് എന്നിട്ട് അതിൻ്റെ മാക്സിമം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എ കിട്ടും അല്ലെങ്കിൽ ബി കിട്ടും. ഇത് രണ്ട് ഏതെങ്കിലും ആയിരിക്കത്തില്ലേ മാക്സിമം. അപ്പോൾ എയും ബിയും രണ്ട് എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലുത് അതാണല്ലോ മാക്സിമം എന്ന് പറയുന്നത്. ഒന്നേ എ ആയിരിക്കും അല്ലെങ്കിൽ ബി ആയിരിക്കും. എക്സാമ്പിൾ 10ഉം 100ഉം ആണെങ്കിൽ ഇതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ 100. ഇത് 10 എന്ന് പറഞ്ഞാൽ എയും 100 എന്ന് പറഞ്ഞാൽ ബിയുമായ ഇത് രണ്ട് ഏതെങ്കിലും ഒരു എലമെൻ്റ് അല്ലേ മാക്സിമം കിട്ടൂ. അത് ഉറപ്പായിട്ടും ആ രണ്ട് എലമെൻറ്റും എടുക്കുന്നത് ഈ സെറ്റിൽ നിന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ മാക്സിമം കിട്ടുന്ന വാല്യൂ ഉറപ്പായിട്ടും ഈ സെറ്റിൽ തന്നെ വരും. സോ ഈ മാക്സിമം ഓഫ് എ ബി എന്നുള്ള ആ ഒരു ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആയല്ലോ? എഴുതുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അതുപോലെ മിനിമം നോക്കിക്കേ, മിനിമം ആണെങ്കിലും നമ്മൾ എയും ബിയും ആർ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് എടുത്തു. മിനിമം എന്ന് പറഞ്ഞാൽ ഒന്നീ എ ആയിരിക്കും അല്ലെങ്കിൽ ബി ആയിരിക്കും. കാരണം രണ്ട് എലമെൻ്റ് ഉള്ളതിൽ ഏറ്റവും ചെറുത്, അതാണ് മിനിമം എന്ന് പറയുന്നത്. ആ രണ്ട് എലമെൻറ്റും ആറിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ മിനിമം കിട്ടുന്ന വാല്യൂ ഉറപ്പായിട്ടും ആറിൽ തന്നെ ആയിരിക്കുമല്ലോ. കാരണം എയോ ബിയോ ആയിരിക്കുമല്ലോ മിനിമം. സോ അതും ബൈനറി ഓപ്പറേഷൻ ആണ്. ക്ലിയർ ആയോ? നമുക്ക് എങ്ങനെ അത് എഴുതുന്നത്? നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് എഴുതാം. സിൻസ് ആദ്യത്തെ വി എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലേ, വി ക്യാരീസ്, നമ്മൾ എപ്പോഴും എഴുതുന്ന പോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഈച്ച് പെയർ ഓർഡേർഡ് പെയർ എ ബി ഇൻ ഓർഡേർഡ് പെയർ എ ബി എടുക്കുന്ന ആർ ക്രോസ് ആർ അല്ലേ, ഓർഡേർഡ് പെയർ എ ബി ഇൻ ആർ ക്രോസ് ആർ ടു എ യുണീക്ക് എലമെൻറ്റ് a unique element, namely maximum of a and b. maximum of a and b അതെവിടെ വരും? ആറിൽ തന്നെ വരും. lying in r. therefore p is a binary operation. v is a binary operation. അതുകൊണ്ട് തന്നെ വി എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആകും. അടുത്തതോ, ഇതേപോലെ തന്നെ ഈ ഒരു ആർഗ്യുമെൻ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇൻവേർട്ടഡ് ബി അല്ലെങ്കിൽ മിനിമം ഓഫ് എ ബി കണ്ടുപിടിക്കുന്ന ഓപ്പറേഷനും ബൈനറി ആണെന്ന് പറയാം. നമുക്കതങ്ങനെ എഴുതിയാൽ മതി. യൂസിങ് ദ സിമിലർ ആർഗ്യുമെൻറ്റ്, ഇതേ ആർഗ്യുമെൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ എഴുതാം. നമുക്കിതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എഴുതാനില്ല. ഒരു ചാപ്റ്ററിനകത്ത് താരതമ്യേന നോക്കുമ്പോൾ ഒരു ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണിത്. നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ കിട്ടും. അല്ലാതെ വലിയ കാൽക്കുലേഷൻസോ ഒന്നുമില്ല. വൺ ക്യാൻ സേ ദാറ്റ് ഇൻവേർട്ടഡ് വി ഇസ് ഓൾസോ എ ബൈനറി ഓപ്പറേഷൻ. സിമ്പിൾ അല്ലേ? ആൾസോ എ ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ അത് രണ്ട് ബൈനറി ഓപ്പറേഷൻ ആയേ. അപ്പം ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ. നമുക്കിനി ഓപ്പറേഷൻ ടേബിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഓപ്പറേഷൻ ടേബിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടെ പഠിക്കണം. ഓപ്പറേഷൻ ടേബിൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു സെറ്റ് തന്നേക്കുന്ന ആ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം ഫൈനൈറ്റ് ആണ്. മീൻസ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു ടേബിളിൽ എഴുതാൻ പറ്റുന്ന അത്രയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ടേബിൾ ഉപയോഗിച്ച് അതിൻ്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റും.
അങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഞാൻ ആദ്യമേ ഓപ്പറേഷൻ ടേബിൾ എന്താണെന്നൊന്ന് വായിക്കാം. വെൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് സ്മോൾ വി ക്യാൻ എക്സ്പ്രസ് എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ ദ സെറ്റ് ക്യാപിറ്റൽ എ ത്രൂ എ ടേബിൾ കാൾഡ് ഓപ്പറേഷൻ ടേബിൾ ഫോർ ദ ഓപ്പറേഷൻ സ്റ്റാർ. ഒന്നുമില്ല, നമ്മൾ ഇതേപോലെ എഴുതുന്നതിന് പകരം ഇങ്ങനെ ഓരോന്ന്, ഇപ്പം ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം ഓഫ് ഓരോന്ന് എഴുതണ്ടേ. അങ്ങനെ എഴുതുന്നതിന് പകരം അത് നമുക്കൊരു ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. ക്ലിയർ ആയില്ലേ? അതിന് വേണ്ടിയാണ് നമ്മൾ ഓപ്പറേഷൻ ടേബിൾ ഉപയോഗിക്കുന്നത്. എ എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് എടുത്താണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതെന്നിരിക്കട്ടെ. ഇവിടെ ആർ ക്രോസ് ആറിന് പകരം നമ്മൾ എ ക്രോസ് എയിൽ നിന്ന് എക്കകത്തോട്ട് പോകുന്ന ഒരു ഓപ്പറേഷനാണ് ഡിഫൈൻ ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ എഴുതുമ്പം നമ്മൾ അതിനെ എലമെൻസിനെ കുറച്ചും കൂടെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിനെ കുറച്ചും കൂടെ മനസ്സിലാവുന്നതിന് വേണ്ടി, കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഓപ്പറേഷൻ ടേബിൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് ഓപ്പറേഷൻ ടേബിൾ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പം ഒരു എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണെന്ന് എടുത്തു. നമ്മുടെ ഓപ്പറേഷൻ ഞാൻ ഇവിടുത്തെ ഇതേ ഓപ്പറേഷൻ തന്നെ എടുക്കുക. ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇവിടെ ആർ ക്രോസ് ആറിൽ നിന്ന് ആറിനകത്തോട്ട് പോകുന്നതിന് പകരം അവിടെ എ ക്രോസ് എയിൽ നിന്നും എക്കകത്തോട്ടാണ് പോകുന്നത്. മാക്സിമം ഓഫ് എ ബി തന്നെയാണ് നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം വി ഓഫ് 1 3 എന്ത് കിട്ടും? 1 3. അതിനകത്ത് മാക്സിമം എന്ത് കിട്ടും? 3 കിട്ടത്തില്ലേ? വി ഓഫ് 2 3 എന്ത് കിട്ടും? മാക്സിമം 2 ആണോ 3 ആണോ വലുത്? 3. വി ഓഫ് 1 3 1 2 എന്ത് കിട്ടും? 1 ആണോ 2 ആണോ വലുത്? 2. ഇതുപോലെ എല്ലാ എലമെൻറ്റും വരും. അപ്പോൾ ഞാനിവിടെ എങ്ങനെ എഴുതുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഏത് ഓപ്പറേഷനാണോ എഴുതുന്നത് ആ ഓപ്പറേഷൻ ഇവിടെ എഴുതണം. ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് എ ബി ആണല്ലോ. അതിന് നമ്മളൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് വി എന്ന് പറയുന്നത്. ഇതല്ലേ നമ്മുടെ ഓപ്പറേഷൻ. സോ ആ സിമ്പിൾ ഞാൻ ഇവിടെ എഴുതും. ഇപ്പം ജനറലി പറയുന്നത് ഇവിടെ സ്റ്റാർ ഇടണം, കാരണം സ്റ്റാർ ആണല്ലോ ഓപ്പറേഷൻ എങ്കിൽ. ഇവിടെ നമുക്ക് വി ആണ് ഓപ്പറേഷൻ, സോ വി ഇട്ടു. ഇനി എലമെൻറ്റ് ഏതൊക്കെയാണ്? നമ്മുടെ എലമെൻറ്റ് 1 2 3. ആ എലമെൻറ്റ്സ് ഇങ്ങോട്ടും എഴുതണം ഇങ്ങോട്ടും എഴുതണം, റോയിലും എഴുതണം കോളത്തിലും എഴുതണം. ക്ലിയർ ആയോ? റോ ആയിട്ടും കോളമായിട്ടും നമ്മൾ ആ എലമെൻറ്റ്സ് ഫുൾ എഴുതുക. 1 2 3 1 2 3. ഇനി നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് റോസും ഇത് കോളംസും. ഓക്കെ, ഇത് റോസും ഇത് കോളംസും ആണെന്നറിയാലോ. അപ്പം ഇത് ഒന്നാമത്തെ റോ, ഇത് ഒന്നാമത്തെ കോളം ആണേ. അപ്പം ഒന്നാമത്തെ റോയും ഒന്നാമത്തെ കോളവും കൂടെ ചേരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ വരും. ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം, ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഇവിടെ ആണല്ലോ. സോ ഇവിടെ ആയിരിക്കും ആ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളത്തിലെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? A11 എന്ന് ജനറലായിട്ട് പറയത്തില്ലേ? A11 എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ? ഇപ്പം ഇത് A1 എലമെൻറ്റും ഇത് A1 റോയും ഇത് A1 കോളോ. ക്ലിയർ ആവുന്നോ? അല്ലെങ്കിൽ രണ്ടും 1 1 ആകുമ്പം കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് കോളം, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് കോളം. ഫസ്റ്റ് റോയിൽ എലമെൻറ്റ് 1ഉം സെക്കൻഡ് കോളത്തിൽ എലമെൻറ്റ് 2ഉം അത് രണ്ടും കൂടെ ചേരുന്ന എലമെൻ്റ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും? A1 സ്റ്റാർ A2. ഒന്നും കൂടെ പറയാം. ഇതെന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് റോ, സോ A1 ഫസ്റ്റ് റോ എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ A1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളം, സോ A2 സെക്കൻഡ് കോളം. അത് രണ്ടും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന എലമെൻ്റ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്, ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം. അതാണ് A1 സ്റ്റാർ A2. ക്ലിയർ ആയോ? ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് കോളം, രണ്ടും കൂടെ ചേരുന്ന എലമെൻറ്റിന് നമ്മൾ A1 സ്റ്റാർ A2 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് റോയിലെയും സെക്കൻഡ് കോളത്തിലെ എലമെൻ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് റോയിലും സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്സിന് A1 സ്റ്റാർ A2 എന്ന് പറയുന്നു. ഓക്കെ, നമുക്കിതിനെ ഈ ടേബിൾ ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. 1 1 1 1 എന്ന് പറയുമ്പം നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വി ഓഫ് 1 1 എന്നല്ലേ? വി ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ 1 1 അതിൻ്റെ മാക്സിമം എന്ത് കിട്ടും? ഒന്നിൻ്റെ മാക്സിമം 1 തന്നെ. സോ അത് ഇവിടെ എഴുതും. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് വി ഓഫ് ഈ റോയിൽ എലമെൻ്റ് ആണോ ആദ്യം എഴുതാൻ, കോളത്തിൽ എലമെൻറ്റ് രണ്ടാമത്. സോ വി ഓഫ് 1 2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? അതാണ് A1 A2 എന്ന് പറയുന്നത്. ഫസ്റ്റ് റോ ഇത്, സെക്കൻഡ് കോളം ഇത്, സോ അതാണ് A1 2. എന്ത് കിട്ടും? അതിൻ്റെ രണ്ടിൻ്റെ മാക്സിമം 2 കിട്ടും. സോ അത് 2 തന്നെ. ഇനി വി ഓഫ് 1 3 എന്ത് കിട്ടും? 3. മാക്സിമം 3 അല്ലേ? 3. ഇനി ഇതാവുമ്പോഴോ വി ഓഫ് 2 1 2ൻ്റെയും 1ൻ്റെ മാക്സിമം 2. വി ഓഫ് 2 2 എന്ത് കിട്ടും? 2 തന്നെ കിട്ടും, അതും 2 തന്നെ. വി ഓഫ് 2 3. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 2ഉം 3ഉം അതിൻ്റെ മാക്സിമം
3. അടുത്ത വി ഓഫ്, ഇനി അടുത്തത് തേർഡ് റോയും ഫസ്റ്റ് കോളം. ഓരോ റോയും വെച്ച് ഓരോ കോളം ചെയ്യത്രേ ഉള്ളൂ. 3 1 3 2 3 3 അതെഴുതാം. 3, 1 3 കിട്ടും. 3, 2 3 കിട്ടും. 3, 3 3 കിട്ടും. സോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എഴുതാം. 2ൻ്റെ 1ൻ്റെ 2, 2ൻ്റെ 2ൻ്റെ 2, 2ൻ്റെ 3യുടെ 3, 3 1 ആവുമ്പം 3, 3 2 ആവുമ്പം 3, 3 3 ആവുമ്പം 3. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓപ്പറേഷൻ ടേബിൾ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? അപ്പം ജനറലായിട്ട് പറയുവാണെങ്കിൽ ഒരു ith റോയും jth കോളവും ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേനും ഇത് ith റോയും ഇത് jth കോളം ആണെങ്കിൽ ഇവിടെ കിട്ടുന്നതിന് ai സ്റ്റാർ aj എന്ന് പറയും. അത്രയേ ഉള്ളൂ. അപ്പം ഒരു ith റോയും jth കോളവും ഉണ്ടെങ്കിൽ ai സ്റ്റാർ aj എന്ന് പറയുന്നത് ith റോയിലെയും jth കോളത്തിലെയും എലമെൻറ്റിനെ ആയിരിക്കും പറയുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കേ, 1 2 3 എലമെൻ്റ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഇങ്ങോട്ടും 3 റോ കിട്ടി, ഇങ്ങോട്ടും 3 കോളം കിട്ടി, ഇങ്ങോട്ടും 3 റോ കിട്ടി അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും 3 റോയും 3 കോളവും കിട്ടി. അപ്പം A1 A2 എക്സെട്ര an എലമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിലോ n റോയും n കോളവും ഉണ്ടായിരുന്നിരിക്കും അല്ലേ? നമുക്കിതൊന്ന് എഴുതി വെക്കാം, ജനറലായിട്ട് എഴുതി വെക്കാം. ദ ഓപ്പറേഷൻ, ഇത് മെയിനായിട്ട് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഓപ്പറേഷൻ ടേബിൾ എഴുതാം എന്നുള്ളതാണ്. ഈ ഓപ്പറേഷൻ ടേബിൾ എഴുതാൻ മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ഓപ്പറേഷൻ എഴുതുക, ഇങ്ങോട്ട് എലമെൻറ്റ്സ് എഴുതുക, ഇങ്ങോട്ട് എലമെൻറ്റ്സ് എഴുതുക. എന്നിട്ട് ഈ റോയും ഈ കോളം എപ്പോഴും ഈ റോയിൽ എലമെൻ്റ് വേണം ആദ്യം നോക്കാൻ. ഇതും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പം നമ്മുടെ തന്നേക്കുന്ന ഓപ്പറേഷൻ എന്തുവാണോ ആ ഓപ്പറേഷൻ അനുസരിച്ച് റിസൾട്ട് ഇവിടെ എഴുതുക. അപ്പം പ്ലസ് ആയിരുന്നെങ്കിലോ 1 1 1 + 1 ആയേനെ. അപ്പോൾ 2, ഇപ്പോൾ ഇവിടെ 2 വരും. 1 + 2 3, 1 + 3 4. ആ ഓപ്പറേഷൻ അനുസരിച്ച് ഉള്ള എലമെൻറ്റ്സ് ഈ ടേബിളിൽ എഴുതി അത് ഫില്ല് ചെയ്യാം. അത്രയേ ഉള്ളൂ. The operation star from A cross A to capital A, ഇങ്ങനെയാണ് ഓപ്പറേഷൻ പോകുന്നതെന്നിരിക്കട്ടെ. If capital A is equal to എന്തുവാ A1 A2 ജനറലായിട്ട് പറയുവാണല്ലോ, an എലമെൻറ്റ്സ് ഉണ്ട്. Then the operation table will be having, ഓപ്പറേഷൻ ടേബിളിൽ എത്ര റോയും എത്ര കോളവും കാണും? n rows and n columns. n റോസും കാണും n കോളംസും കാണും. n rows and n columns with ijth എൻട്രി. ijth എൻട്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ijth എൻട്രി ബീയിങ്, ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ തിരിച്ചുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ijth എൻട്രി എന്ന് പറഞ്ഞാൽ ijth എൻട്രി എന്ന് പറയുമ്പം ai സ്റ്റാർ aj ആയിരിക്കും കിട്ടുന്നത്. ijth എൻട്രി എന്ന് പറഞ്ഞാൽ ith കോളവും ith റോയും jth കോളവും. ijth എൻട്രി ബീയിങ് ai സ്റ്റാർ aj. ijth എൻട്രി എന്ന് പറയുന്നത് ai സ്റ്റാർ aj ആയിരിക്കും. ഇതിൻ്റെ കോൺവേഴ്സ് എങ്ങനെ പറയും? കോൺവേഴ്സ്ലി given any operation table having n rows and n columns, n റോസും n കോളംസും ഉള്ള ഏതൊരു ഓപ്പറേഷൻ ടേബിൾ എടുക്കുകയാണെങ്കിലും വിത്ത് each entry being an element of, അതിൻ്റെ ഓരോ എലമെൻറ്റും being an element of capital A is equal to എങ്ങനെയാ? കോൺവേഴ്സ് അല്ലേ പറയുന്നത്? A1 A2 സെറ്റല്ല, അത് തന്നെ an. We can define a binary operation star from A cross A to A given by ai സ്റ്റാർ aj. ai സ്റ്റാർ നമ്മൾ മുമ്പേ പറഞ്ഞു ijth എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ അത് ai സ്റ്റാർ aj ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ കോൺവേഴ്സ് പറയുവാണെങ്കിൽ ai സ്റ്റാർ aj എന്ന് പറഞ്ഞാൽ ith റോയും jth കോളവും ആയിരിക്കും. കോൺവേഴ്സ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. A cross A to A given by ai star aj is equal to the entry in the
ith row and jth column of the operation table. ith row and jth column of the operation ടേബിൾ. അപ്പോൾ എന്താ പറഞ്ഞ ഓപ്പറേഷൻ ടേബിൾ എന്താണെന്നാണ് പറഞ്ഞത്. വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ, അത് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇവിടെ ഓപ്പറേഷൻ എഴുതുക, എലമെൻറ്റ്സ് ഇവിടെ എവിടെ എഴുതുക, ഓരോ എലമെൻറ്റ് റോയിലെ എലമെൻറ്റ് ഫസ്റ്റ് നോക്കുക, കോളത്തിലെ എലമെൻറ്റ് സെക്കൻഡ് റോ നോക്കുക. പിന്നെ എന്തോ പറഞ്ഞത്, നമ്മളൊരു ഓപ്പറേഷൻ ജനറലായിട്ട് പറയുവാണ്, ഒരു ഓപ്പറേഷൻ എ ക്രോസ് എയിൽ നിന്ന് എക്കകത്തോട്ട് പോവുകയാണ്. എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് A1 A2 എക്സെട്ര AN എലമെൻറ്റ്സും ഉണ്ടെങ്കിൽ ijth എൻട്രി എന്ന് പറഞ്ഞാൽ AI സ്റ്റാർ AJ ആയിരിക്കും. ഇനി അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ AI സ്റ്റാർ AJ എടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം അതുപോലെ തന്നെ. A എന്ന് പറയുന്ന A1 A2 എക്സെട്ര AN ആണ്. അപ്പം AI സ്റ്റാർ AJ എടുക്കുകയാണെങ്കിൽ അത് ith റോയിലെയും jth കോളത്തിലെയും എലമെൻറ്റ്സ് ചേരുന്നുള്ള ഓപ്പറേഷൻ ആയിരിക്കും. ഇതാണ് ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓപ്പറേഷൻ ടേബിൾ എഴുതാനാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് എക്സസൈസും എക്സാമ്പിൾസും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം.